എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പവും മീൻകറിയാണ്, ഇന്നലത്തെ മീൻകറിയാണ്. അപ്പോൾ അത് റെഡിയാക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ എന്താ, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഏട്ടൻ്റെ മാമൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മളെല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. സാരിയൊക്കെ ഫ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, കുറച്ച് റെഡി ആവാനുണ്ട്, പാക്കിംഗ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മളിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചയ്ക്കും ലഞ്ചും ഡിന്നറൊക്കെ അവിടെ തന്നെയാണ്. അങ്ങനെ റെഡി ആവാൻ പോണു. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം റെഡിയാക്കാവേ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ അരച്ച മാവാണ്. നല്ല അപ്പത്തിനുള്ള മാവാണ്. ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ആയിട്ടില്ല, ഇപ്പോൾ ഒഴിച്ച് വെച്ചേ ഉള്ളൂ. പിന്നെ നല്ല ആവി പറക്കണ മീൻകറിയാണ്. ഇന്നലത്തെ നത്തൽ മീൻ കറിയാണ്. നത്തൽ മീനിൻ്റെ കറിയും അപ്പവും. നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച് നോക്കുമ്പോൾ. ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ മുടിയിലൊന്ന് കളർ ചെയ്യണമെന്നൊരു മോഹം. അപ്പോൾ മുടിയൊന്ന് ഒന്ന് ഉണങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ മാത്രം ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച് വരുത്താറുണ്ട്. പെർമനൻ്റ്ലി ഒന്നും അല്ല, ഒരു ഗോൾഡ് കളറാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു 2-3 ലെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സാരി ഫ്ലീറ്റ് ചെയ്ത് പാക്ക് ചെയ്യാനൊക്കെ. അപ്പം ഞാനിതൊന്ന് കളർ ചെയ്യട്ടെ. എൻ്റെ മുടിയിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മുടി ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാണ്ട്. മുടിയൊക്കെ ഒന്ന് ചീവി എടുത്തിട്ട് ഇങ്ങനെ ഒരു 2 ലെയർ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണും പോലെ, അത്രയും ഞാൻ ചെയ്യണേ ഉള്ളൂ. നോക്കട്ടെ, ഭംഗിയുണ്ടെങ്കിൽ ഇനി ബാക്കിയും കൂടെ ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഇത്രേ ചെയ്യണേ ഉള്ളൂ ഫ്രണ്ട്സ്. നോക്കട്ടെ, ഭംഗിയുണ്ടോ നോക്കട്ടെ. ചെയ്തു തരുന്ന ആൾ ഇത് കയ്യിലൊന്നും ആയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പെർമനന്റ് ഒന്നും അല്ല, ഒരു താൽക്കാലികം ഒരു ടെക്നിക്കാണ്. ഒരു സെക്ഷൻ ചെയ്തു തന്നിട്ടുണ്ട്, ഇനി അടുത്ത സെക്ഷൻ കൂടി കൊത്തിമുറിച്ച് അടുപ്പിലിട്ട് ഞാൻ കത്തിക്കുന്നത് സ്വഭാവം. അപ്പൊ 2 സെക്ഷനിൽ ആശാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തൊന്നും ചെയ്യുന്നില്ല, വെറുതെ അലമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ 2 മാത്രം. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇത് ഉണക്കിയിട്ട് വരാം. അപ്പൊ ഈ മുടി 2 ഉണങ്ങാനിട്ടിരിക്കുകയാണ്. ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങട്ടെ അല്ലേ, അപ്പോഴേക്കും നമുക്ക് സാരി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ സാരി ഒന്ന് അയൺ ചെയ്യണം. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഈ സാരിയാണ് നാളെ എടുക്കാൻ പോണം. അപ്പൊ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഫ്ലീറ്റൊക്കെ ഒന്ന് അയൺ ചെയ്യട്ടെ. കുറച്ച് റിസ്ക്കുള്ള പണി തന്നെയാണ്. ഇവിടുത്തെ ഈ പരിപാടികൾ കഴിഞ്ഞു. ഇത്രയൊക്കെ മതി. നമ്മള് കല്യാണ പെണ്ണൊന്നും അല്ലല്ലോ. ഇനി നമ്മൾ ഇവിടെ നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്യുന്ന സംഭവമില്ലേ, അതും ഇങ്ങനെ കുറച്ച് വിടർത്തി വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ തടിയുള്ളതല്ലേ, അതുകൊണ്ട് ഒരുപാട് കുഞ്ഞു ഫ്ലീറ്റ് എടുത്താൽ എനിക്ക് ഇവിടെ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു, ഒരുപാട് വലുതല്ല എങ്കിലും കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ, ഈ പാകത്തിനുള്ള ഫ്ലീറ്റാണ്. അപ്പോൾ ഇവിടെ ഇത്രയും ചെയ്യുന്നേയുള്ളൂ, മതി. ഇവിടെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ഇവിടെ നമ്മൾ ഫ്ലീറ്റ് എടുത്ത് കൊടുത്തില്ലേ, അതും ഞാൻ ഒരു 5 എണ്ണം ഉണ്ട്.
അത് ഞാനിതങ്ങനെ അയൺ ചെയ്തിട്ടുണ്ട്. ഇത് ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് എന്നാലും അങ്ങനെ സാരിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ, ഇന്നെന്തായാലും ഉടുക്കില്ല, നാളെ സാരി ഉടുത്തിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ സാരി ഉടുക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഉടുക്കും, കുഴപ്പമില്ലാത്ത രീതിയിൽ സാരി എനിക്ക് ഉടുക്കാൻ അറിയാം. സാരി ഉടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യാവേ. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോട്ടെ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി ബാഗിൽ സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ സാരി മടക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയില്ല, ഒന്നും കൂടെ ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് കഴുകാം. കഴുകി ഉടനെ ഒന്നും കളറ് വരില്ല, പക്ഷെ ടൈം എടുക്കും കളറ് വരാൻ. ഇന്നത്തെയും നാളത്തെയും വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇന്ന് അവിടെ പോയിട്ടുള്ള കുറച്ച് നമ്മുടെ നാടൻ രീതിയിലുള്ള നാട്ടിൻപുറത്ത് വീട്ടിൽ വെച്ചിട്ടല്ല, മണ്ഡപത്തിൽ വെച്ചിട്ടാണ് കല്യാണം. എങ്കിലും നമ്മൾ വൈകുന്നേരം എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടണതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പം ഞാനും പോകാനിതേ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അവിടെ വീട്ടിലാണല്ലോ പോകാൻ പോണത്. അപ്പം അതെ കളറങ്ങനെ കാര്യമായിട്ട് അറിയാനൊന്നും പോണില്ല, നാളെ അറിയുള്ളൂ. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ ഒടഞ്ഞൂര് ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ പറയട്ടെ, കുഴപ്പമില്ല. അപ്പം അതേ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അയ്യോ ഞാൻ തൊട്ടു. ചേർത്തേക്കടാ, ഞാൻ തൊട്ടു എൻ്റെ കയ്യിലൊക്കെ. അപ്പം ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണക്കുട്ടീനെയൊക്കെ നാളെ കാണിച്ചു തരാവേ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും കൂടെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ദേ എനിക്ക് വിട്ട് തരുന്നുണ്ട്. അയാളെയും കാണിക്കണ്ട എന്ന് പറഞ്ഞു, നാളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ മൈലാഞ്ചി ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. ആശ നല്ല ഭംഗിയിൽ ഇടുന്നുണ്ടേ, അല്ലേ? നല്ല രസമുണ്ട്. എനിക്ക് നേരത്തെ വന്നപ്പോഴേ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ മെല്ലെ പറ്റി പതുങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്നതാണ്. അപ്പം ഇത് മുഴുവൻ ഇട്ടിട്ട് കാണാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് പിറ്റേ ദിവസമാണ്. ഇതേ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട്, കുഞ്ഞതായിട്ട് മൈലാഞ്ചി ഇട്ടിട്ടുള്ളൂ. റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ തിരിച്ചെത്തിയതാണ്. എന്നിട്ട് രാവിലെയാണ് ഇവിടുന്ന് റെഡി ആയതാണ്. റെഡി ആയിട്ടുണ്ട്. സാരിയെ കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സാരി ഉടുക്കാൻ അറിയാം. അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് സാരിയെ കൊടുത്തത്. എന്നെ കുറച്ച് ചേട്ടനൊക്കെ കുറച്ച് അങ്ങനെ ഞാൻ സാരിയെ കൊടുത്തു കഴിഞ്ഞു. സാരിയെ കൊടുത്തു കഴിഞ്ഞ് റെഡിയായി പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ, ഇനി നമ്മൾ കല്യാണ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. അവിടെ മണ്ഡപത്താണ് പോകാൻ പോണത്. മണ്ഡപത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാരിയൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരില്ല എന്നറിയാലോ. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതാ കൊടുത്തതൊക്കെ വണ്ടിയിട്ട് വിചാരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയല്ലോ. അപ്പോൾ ദേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിലെ പാടങ്ങളിലൊക്കെ ദേ കോഴി മേയണ പോലെയാണ് മയിലുകൾ മേയണത്. നിറച്ചും മയിലുകളുണ്ട്. അതാ അപ്പുറത്തൊക്കെ ഉണ്ട്. ആ മതി, താങ്ക് യു. ശരി, ശാന്തമുണ്ട്. ഞാൻ വീഡിയോ എടുക്കുകയാണ്.
ബൈക്ക് എടുക്കണ്ടേ? അതെ, കഴിക്കാനിരുന്നു. സദ്യ നല്ല സദ്യയാണ്. അതാ കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം. പെണ്ണും ചെക്കനും പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ മഴയും. ഇതിന് മുന്നൊന്നും കുറേയൊന്നും എടുക്കാനേ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അണ്ണൻ തമ്പി പാസമില്ല. മാമന്റെ അപ്പൊ പെണ്ണും ചെക്കനും കെട്ടിപ്പോയിട്ടുണ്ട്. എല്ലാവരും മണ്ഡപത്തുനിന്ന് വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീടെത്തി, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് മണ്ഡപത്തിൽ നമുക്ക് വലിയ പരിപാടികളൊന്നും ഇല്ല. പിന്നെ കുറച്ച് പേര് അവിടെ നിൽക്കും. ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും വന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.